കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കുകയാണെന്ന് KN ബാലഗോപാൽ MP. പട്ടാഴി വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖല തകർക്കാനുള്ള നിലപാട് വരുന്നത് പട്ടാഴി വടക്കേക്കര ഉൾപ്പെടെയുള്ള നമ്മുടെ പത്തനാപുരം മേഖലയിലെ സാധാരണ കൃഷിക്കാരെ വല്ലാതെ ബാധിക്കും. ഇത് സാമ്പത്തിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് മനസ്സിലാവണം. രൂപയ്ക്ക് ഇപ്പോൾ 60 വയസ്സായി, രൂപയുടെ വിലയും ഡോളർ 60 ഒന്നായി നമ്മൾ വായിച്ചിട്ടുണ്ട്. രൂപയുടെ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 എന്ന് പറഞ്ഞാൽ നേരത്തെ 50 രൂപ, ഇന്ത്യയുടെ 50 രൂപ കൊടുത്താൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം ഇനി കിട്ടണമെങ്കിൽ 60 രൂപയാവും. കാരണം ഒരു ഡോളറിന് നേരത്തെ 50 ആണെങ്കിൽ ഇപ്പോൾ $1 60 ആണെങ്കിൽ ഇന്ത്യ കിട്ടുന്ന സാധനങ്ങളുടെ വില വല്ലാതെ കൂടും. നമ്മുടെ വിലക്കയറ്റം നമ്മൾ നേരിടുന്നു. ഈ പ്രതിസന്ധി എല്ലാം കൂടി വരുന്ന ഘട്ടത്തിലാണ് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നു. കേരളത്തിന്റെ സഹകരണ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഈ നയത്തിനെതിരായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടാണ് അവസ്ഥ നിൽക്കുകയാണ്. നിർധന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിൽ ദേശസാൽകൃത ബാങ്കുകൾ വിമുഖത കാട്ടുകയാണെന്നും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഉപകരിച്ചിട്ടുള്ളത് എക്കാലത്തും സഹകരണ മേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം അന്യമാകുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇന്നുള്ളതെന്നും കോർപ്പറേറ്റ് ശക്തികളുടെ കൈകളിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചാൽ മാത്രമേ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകൂവെന്നും KN ബാലഗോപാൽ MP പറഞ്ഞു. പട്ടാഴി വടക്ക് കടുവാത്തോട് കവിതാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് R. ആനന്ദരാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപാകുമാരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ശാന്തകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗം N. വിശ്വനാഥൻ, കാർഷിക ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം N. വിശ്വനാഥൻ, ഡയറക്ടർ ബോർഡ് അംഗം N. രാമചന്ദ്രൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB സജീവ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ K. കാർത്തികേയൻ, N. സദാശിവൻ, P. നീലാംബരൻ, K. സുകുമാരൻ, ബാങ്ക് സെക്രട്ടറി S. ഷീലാദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.